ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു ഹെയർ ഫോൾ ജേണിയാണ്. കെനിയയിൽ വന്നിട്ട് എനിക്ക് ഇപ്രാവശ്യം നന്നായിട്ട് മുടി കൊഴിച്ചിലുണ്ടായിരുന്നു, ഒരുപാട് മുടി കൊഴിഞ്ഞു പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാനൊരു ഹെയർ ഗ്രോത്ത് വാട്ടർ യൂസ് ചെയ്തിട്ട് എൻ്റെ ഹെയർ ഫോൾ കുറച്ച ഇത് എങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. പതിയെ എനിക്ക് ഹെയർ ഫോൾ കുറഞ്ഞു. ഇപ്പോൾ ഇതാണ് അവസ്ഥ. ഇപ്പം എനിക്ക് ഇത്ര മാത്രമേ മുടി കൊഴിയുന്നുള്ളൂ. ഡെയിലി ഒരു മുടി ഫുള്ളായിട്ട് വരുമ്പോൾ ഏകദേശം ഒരു 20 മുടിയോളം മാത്രമേ എനിക്ക് കൊഴിയുന്നുള്ളൂ. അപ്പോൾ ആ ഹെയർ ഗ്രോത്ത് വാട്ടർ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നൊക്കെ വീഡിയോൻ്റെ അവസാനം കാണിക്കുന്നതാണ്. ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഒരു ലോങ് വീഡിയോ ചെയ്തിട്ട് ഒരുപാട് നാളായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഒരു 1 മന്തായിട്ട് ഒരു ഹെയർ ഗ്രോത്ത് ടോണർ അല്ലെങ്കിൽ ഒരു ഹെയർ ഗ്രോത്ത് വാട്ടർ യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ റിസൾട്ട് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത്. ഹെയർ ഗ്രോത്ത് ടോണർ ഏതാണെന്ന് ചോദിച്ചാൽ ഞാനത് ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. റോസ്മേരി വാട്ടറാണ് ഞാൻ യൂസ് ചെയ്തത്. എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് മുടി വളർന്നു എന്നല്ല ഞാൻ പറയുന്നത്, എൻ്റെ മുടി കൊഴിച്ചിൽ നന്നായിട്ട് കുറഞ്ഞു എന്നാണ് പറഞ്ഞിരുന്നത്. അതായത് ഞാൻ ഇപ്രാവശ്യം കെനിയയിൽ വന്നിട്ട് എന്ത് കാരണം കൊണ്ടാണെന്ന് എനിക്കറിയില്ല, മേ ബി ചിലപ്പം ക്ലൈമറ്റിൻ്റെ ആയിരിക്കാം, എനിക്ക് നന്നായിട്ട് ഹെയർ ഫോൾ ഉണ്ടായിരുന്നു. മുടി ഇതുവരെ ഇല്ലാത്ത തരത്തിലുള്ള ഒരു തരം ഹെയർ ഫോൾ എനിക്ക് ഇപ്രാവശ്യം ഉണ്ടായിരുന്നു. ഒരുപാട് ഇങ്ങനെ കെട്ടായിട്ട് മുടി ഇങ്ങനെ കൊഴിഞ്ഞു പോകുന്നുണ്ടായിരുന്നു. എന്നാ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അങ്ങനെയാണ് ഞാൻ ആ സമയത്ത് റോസ്മേരി ഭയങ്കര ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന സമയമായിരുന്നു. അപ്പം ഞാൻ അത് റോസ്മേരി വാങ്ങിച്ചിട്ട് അതിൻ്റെ വാട്ടർ ഉണ്ടാക്കിയിട്ട് ട്രൈ ചെയ്തു 1 മന്ത്. ഇപ്പം എനിക്ക് മുടി കൊഴിച്ചിൽ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. മുടി കൊഴിച്ചിൽ കുറഞ്ഞത് മാത്രമല്ല, ചെറിയ ചെറിയ മുടികൾ നമുക്കിങ്ങനെ പുതുതായിട്ട് വരുന്നുണ്ട്. അത് ക്യാമറയിൽ എത്രത്തോളം വിസിബിൾ ആണെന്ന് അറിയില്ല. ഇവിടെയൊക്കെ ചെറിയ ചെറിയ ബേബി ഹെയർസൊക്കെ വരുന്നുണ്ട്. പിന്നെ മുടി വളർന്ന് ഒരുപാട് വിസിബിൾ ആവാൻ മാത്രം 1 മന്ത് മതിയാവില്ല. അതിൽ കുറച്ച് അധികം സമയം എടുക്കുന്ന ഒരു പ്രോസസ് അല്ലേ ഹെയർ ഗ്രോത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് കുറച്ച് അധികം സമയം എടുക്കുമായിരിക്കും. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താലായിരിക്കാം നമുക്ക് നല്ല റിസൾട്ട് കാണാൻ വേണ്ടി പറ്റുക. എനിക്കിപ്പോൾ കിട്ടിയ റിസൾട്ട് എന്ന് പറയുന്നത് എൻ്റെ മുടി കൊഴിച്ചിൽ കുറഞ്ഞു എന്നുള്ളതാണ്. ഒരുപാട് പേര് കമൻസിൽ പറഞ്ഞിട്ടായിരുന്നു ഹെയർ കെയർ സീരീസ് ചെയ്യുമോ, ഹെയർ ഫോൾ ഉണ്ട് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവരൊക്കെ റോസ്മേരി വാട്ടർ ട്രൈ ചെയ്ത് നോക്കുക. പറ്റുന്നവരൊക്കെ. എല്ലാവർക്കും എല്ലാ ഇൻഗ്രീഡിയൻറ്റും പറ്റണമെന്നില്ല, ഇനി എല്ലാവർക്കും സെയിം റിസൾട്ടും കിട്ടണമെന്നില്ല. അപ്പോൾ പറ്റുന്നവരൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. എനിക്ക് എന്തായാലും നല്ല റിസൾട്ടാണ് കിട്ടിയത്. മറ്റുള്ള ഹെയർ ഗ്രോത്ത് സിറം അല്ലെങ്കിൽ ഹെയർ ഗ്രോത്ത് പാക്കുകളെക്കാളും ഒരുപാട് ഈസിയാണ് ഈ ഒരു റോസ്മേരി വാട്ടർ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് ഡെയിലി സ്കാൽപ്പിൽ ഡയറക്റ്റായിട്ട് നമുക്ക് ഇതേപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ തല കഴുകി കളയണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഭയങ്കര എളുപ്പമാണ് നമുക്കിത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സ്കാൽപ്പിൽ നന്നായിട്ട് ഇതേപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക, എന്നിട്ട് ചെറിയൊരു മസാജും കൂടി കൊടുക്കുക. എന്നിട്ട് അതേപോലെ തന്നെ അങ്ങ് ലീവ് ചെയ്ത് വിട്ടാൽ മതി. ചിലവർ ഇത് രാത്രി യൂസ് ചെയ്തിട്ട് മുടി അങ്ങനെ കെട്ടിവെച്ച് കിടക്കും. ഞാൻ പകലാണ് യൂസ് ചെയ്യാറ്. രാത്രി ഒരു നനവ് ഉണ്ടാവുമല്ലോ കിടക്കുമ്പോൾ, അത് എനിക്ക് അത്ര ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ പകലാണ് യൂസ് ചെയ്യുന്നത്. ഈ റോസ്മേരി വാട്ടർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 ഗ്ലാസ് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെക്കുക. എന്നിട്ട് അതിലൊരു 3 തണ്ട് റോസ്മേരീൻ്റെ ലീവ്സ് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് ഗ്രാമ്പൂവും കുറച്ച് മിൻറ്റ് ലീവ്സും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉള്ളതാണ് കുറച്ചും കൂടി ബെറ്റർ റിസൾട്ട് തരുമെന്ന് ഞാൻ കുറച്ച് വീഡിയോസിൽ കണ്ടിട്ടാണ് അങ്ങനെ ട്രൈ ചെയ്തത്. ഇനി അതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ പ്ലെയിൻ റോസ്മേരി മാത്രമായാലും മതി. എന്നിട്ട് ഇതൊരു 10 മിനിറ്റ് നമ്മൾ തിളക്കാൻ വേണ്ടിയിട്ട് വെക്കുക. ഒരുപാട് നേരം ഇട്ട് തിളപ്പിക്കേണ്ട, ഒരു 10 മിനിറ്റോളം തിളക്കാൻ വേണ്ടി വെക്കുക. എന്നിട്ട് അത് നമ്മൾ അടച്ച് വെച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു 10-25 മിനിറ്റ് അടച്ച് വെച്ചേക്കുക. അപ്പോഴേക്കും അതിൻ്റെ കളർ മാറും. അതിന് ശേഷം നന്നായിട്ട് പിന്നെ അത് തണുത്തതിന് ശേഷം നമ്മൾ അരിച്ചിട്ട് ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് സൂക്ഷിക്കാം. അത് ഒരാഴ്ച വരെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അടുത്തത് ഉണ്ടാക്കണം. ഇങ്ങനെ ഉണ്ടാക്കിയ റോസ്മേരി വാട്ടർ നമുക്ക് ഡെയിലി സ്കാൽപ്പിൽ ഇതേപോലെ സ്പ്രേ ചെയ്യാം. സ്പ്രേ ചെയ്തതിന് ശേഷം കഴുകി കളയണമെന്നില്ല. സ്കാൽപ്പിൽ മാത്രം സ്പ്രേ ചെയ്താൽ മതി, മുടിയിൽ ചെയ്യണമെന്നില്ല. റോസ്മേരി വാട്ടർ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ ഞാൻ ഓൾറെഡി ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ വീഡിയോ അവസാനിക്കുന്നതിന് മുന്നേ ഒരു കാര്യം കൂടി പറയട്ടെ. നമ്മളോട് 2 പേര് വീഡിയോയിൽ ഹായ് പറയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് അന്നക്കുട്ടി, ഒന്ന് ആത്മിക. ഹായ് അന്നക്കുട്ടി, ഹായ് ആത്മിക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. Thank you for watching.